കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഗ്രേഡിയന്റ് എന്നുള്ള കാര്യമാണ് അല്ലെ പഠിച്ചത്. അതുപോലെ ഗ്രേഡിയന്റ് ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്താണെന്ന് അല്ലെ. അപ്പൊ ഡെൽ എന്തായിരുന്നു? ഡെൽ ഈക്വൽ ടു ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ്. ഡെല്ല് ഒരു ഓപ്പറേറ്റർ ആണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ദെൻ ഇന്ന് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഗ്രേഡിയന്റിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഈ ഡെൽ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. ഈ ഓപ്പറേറ്ററിന് നമ്മൾ ഫൈ എന്ന് പറയുന്നത് ഓർ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്തു അല്ലെ. ഈ ഒരു ഓപ്പറേറ്ററിന് എഫിന്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു വെക്റ്റർ ഫംഗ്ഷൻ കിട്ടി, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി കിട്ടി അല്ലെ. ദെൻ നൗ വി ടേക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഡെൽ. അതായത് ഡെല്ലിന്റെ കൂടെ ഈ ഫംഗ്ഷന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് എഫ്. അതായത് ഗ്രേഡിയന്റിൽ പറഞ്ഞ പോലെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനുമായിട്ട് ഇവിടെ നോക്ക് ഡെൽ ഓഫ് എഫ് ആയിരുന്നു, ഡെൽ എഫ് ആണ് എടുത്തത്. ദെൻ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഡെൽ ഡോട്ട് എഫ് ആണ്. അതായത് ഈ ഫംഗ്ഷന് നമ്മൾ ഈ ഒരു ഓപ്പറേറ്ററുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക അല്ലെ. ഇവിടെ നമ്മൾ എന്താ എടുത്തത്? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, ഡോട്ട് പ്രൊഡക്റ്റ്. ദെൻ അങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഡൈവേർജൻസ് ഓഫ് എഫ്. എഫിന്റെ ഡൈവേർജൻസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷന് ഡൈവേർജൻസ്. അപ്പൊ അതെന്താണ് അതിന്റെ ഫിസിക്കൽ മീനിങ് എന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ അതിന്റെ മുമ്പ് നമ്മളൊരു ഫംഗ്ഷന് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഡെൽ ഓപ്പറേറ്ററുമായിട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡൈവേർജൻസ് കിട്ടും. ഇനി എന്താ ഡൈവേർജൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ അപ്പൊ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതി നോക്കുക, ഡൈവേർജൻസ്, ദെൻ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് കിട്ടാൻ നോക്കുക. ഡെൽ എന്തായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തത്? ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് അല്ലെ. ദെൻ ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനുമായിട്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തത്. അപ്പൊ നമുക്ക് എന്തായാലും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ രണ്ടും വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കണം അല്ലെ. അപ്പൊ ഡെല്ല് നിങ്ങൾക്ക് അറിയാം വെക്ടർ ആണ് അല്ലെ. ഐ ജെ കെ ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ദെൻ എഫിനെയും നമ്മൾ എന്ത് ചെയ്യും? എഫും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് അതിന്റെ കമ്പോണൻസ് എങ്ങനെ എഴുതുക? എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് സെഡ് കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയില്ലേ? അതായത് ഐയുടെ കോഎഫിഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഐ ഡോട്ട് ഐ 1 ആണ്. ജെയുടെ കോഎഫിഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ജെ ഡോട്ട് ജെ 1 ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാം. അതായത് ഡോ എഫ് എക്സ്, ഈ എഫ് എക്സിന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ഡോ എഫ് എക്സ് ബൈ ഡോ എക്സ്. ദെൻ ഐ ഡോട്ട് ഐ 1 പ്ലസ് ഡോ എഫ് വൈ ബൈ ഡോ വൈ, ഡോ എഫ് വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് സെഡ് ബൈ ഡോ സെഡ്. ഇതാണ് നമുക്ക് ഡൈവേർജൻസ് എടുത്താൽ കിട്ടുന്നത്. അതായത് ഡോ എഫ് എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് സെഡ് ബൈ ഡോ സെഡ്. അപ്പൊ നിങ്ങൾ നോക്കി ഇതിന് ഡയറക്ഷൻ ഉണ്ടോ? അല്ലല്ലേ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കുന്ന കുറെ ഡൈവേർജൻസ് ഓഫ് എഫ്, ഡൈവേർജൻസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗ്രേഡിയന്റ് പഠിച്ച പോലെ നമുക്ക് ഡൈവേർജൻസിന് ഫിസിക്കൽ മീനിങ് ഉണ്ട്. അതായത് നമ്മള് അതായത് ഈ ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഫംഗ്ഷനെ ഡെല്ല് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു അല്ലെ. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറഞ്ഞാല് എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വെക്ടർ ആയിരിക്കും അല്ലെ. ഈ വെക്ടർ എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഡൈവേർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് കിട്ടുക. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. വെക്ടർ എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഓർ ഡൈവേർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ
ആ ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഈ കിട്ടുന്നത്. അതായത് എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് എത്രത്തോളം ഡൈവേർജ് ചെയ്തിട്ടുണ്ട് ഓർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഉള്ളതാണ്. ആ വാല്യൂ ആണ് നമുക്ക് ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. അതാണ് അതിന്റെ ഫിസിക്കൽ മീനിങ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ട്. ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ട്. നിങ്ങൾ നോക്ക്, ഒരു പോസിറ്റീവ് ചാർജ് ആണ് ക്യൂ. ദെൻ ക്യൂ എന്ന് പറയുന്ന ചാർജിന്റെ അതിങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യൂലേ? എങ്ങനെയല്ലേ ഉണ്ടാവുക? ദെൻ അതായത് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ? ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇ ആണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് നോക്കിക്കോ. ഇ ആണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ദെൻ ഇനി നമ്മള് ഡെൽ ഡോട്ട് ഇ എടുത്താൽ, അതായത് ഡെൽ ഡോട്ട് ഇ, അതായത് ഡൈവേർജൻസ് ഓഫ് ഇ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എത്രത്തോളം ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്യൂക്ക് ചുറ്റും, അതായത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് എത്രത്തോളം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വെക്ടർ ഡൈവേർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ എമൗണ്ട് ആണ് കിട്ടുന്നത്. ഇപ്പൊ ഡെൽ ഡോട്ട് ഇ നമുക്ക് എന്താണ്, നമ്മള് ഇലക്ട്രോഡൈനാമിക്സിലൊക്കെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഡെൽ ഡോട്ട് ഇ എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും എത്രത്തോളം ഒരു വെക്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഡൈവേർജൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി സപ്പോസ് നമുക്ക് ഒരു ട്യൂബിലൂടെ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാണെന്ന് നോക്ക്, നിങ്ങൾ ഫ്ലോ ചെയ്യാണ്. ദെൻ വി ആണ് ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള വെലോസിറ്റി, ആ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ആണ് വി. ദെൻ ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാല് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ ഫ്ലൂയിഡ് എത്രത്തോളം ഫ്ലോ ചെയ്തു, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്തു, അല്ലെങ്കിൽ ഫ്ലോ ചെയ്തു എന്നുള്ളതാണ് എന്ത് ഈ ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്. വി എന്താണ്? ഈ ഒരു ഫ്ലൂയിഡിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി ആണ്. ഇപ്പൊ ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഫ്ലൂയിഡ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്രത്തോളം ഫ്ലോ ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം ഡൈവേർജ് ചെയ്തു എന്നുള്ള കാര്യമാണ് ഈ ഡെൽ ഡോട്ട് വിയിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്കും, ഫോർ എക്സാമ്പിൾ ഈ ഡെൽ ഡോട്ട് വി, നമുക്ക് ഡെൽ ഡോട്ട് വി ചെയ്താൽ ഒരു ആൻസർ കിട്ടില്ലേ? ഈ ഡെൽ ഡോട്ട് വി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കും. പോസിറ്റീവ് മീൻ ചെയ്യുന്നത് ഈ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യാണ്. ദെൻ ഇത് വെലോസിറ്റി ആണ് കേട്ടോ. വോളിയം ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി എന്തായിരിക്കും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ? ഡെൻസിറ്റി അവിടെ ഡിക്രീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്ക്, വോളിയം ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്ന നേരം അതെന്തായിരിക്കും? ഒരു സോഴ്സ് ആയിരിക്കില്ലേ? അല്ലെ? ഫ്ലൂയിഡ് ഫ്ലോ ഇവിടെ ഒരു സോഴ്സ് ആയിരിക്കും. എന്ത്? ഈ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന്. ദെൻ ഡെൽ ഡോട്ട് വി നെഗറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു സിങ്ക് ആയിരിക്കും. അതായത് പിന്നെ നെഗറ്റീവ് ക്വാണ്ടിറ്റി പറഞ്ഞാൽ അവിടെ വോളിയം എന്തായിരിക്കും? ഇത് വോളിയാണ്, വോളിയം ഡിക്രീസ് ചെയ്യാണ്. അതായത് സിങ്ക് അതിലേക്ക് ഇങ്ങനെ വരികയാണ്, മറ്റത് സോഴ്സ് ആണ്, ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അതായത് ഒന്നുമില്ല, ഡൈവേർജൻസ് കൊണ്ട് ഉള്ളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പിന്നെ ഡൈവേർജ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. അതേപോലെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം പുറത്തേക്ക് ഡൈവേർജ് ചെയ്യുന്നത് ശരിക്കും കൺവേർജ് ആണ്. അതായത് എത്രത്തോളം അത് ഈ ഡൈവേർജൻസ് കണ്ടാലും അത് കുറവായിരിക്കും, അതായത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണെന്ന്. ഇനി ഡെൽ ഡോട്ട് വി സീറോ എന്നുള്ള മീനിങ് എന്താ? ഡെൽ ഡോട്ട് വി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ അവിടെ സോഴ്സോ സിങ്കോ അല്ല. അതായത് ഇവിടെ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ അല്ലെങ്കിൽ നമുക്കൊരു ഫ്ലൂയിഡ് ആണെങ്കിൽ അത് ഇൻകംപ്രസിബിൾ ആണെന്ന് പറയാം. അവിടെ ഡെൻസിറ്റി യാതൊരുവിധ ചേഞ്ചും ഇല്ല, അത് പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, കംപ്രസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറഞ്ഞാല്. ദെൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല പ്രോബ്ലംസും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് നമുക്ക് വി എന്ന് പറഞ്ഞാൽ ഇനി ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഈ ഡെല്ലിനോട് നമുക്ക് എഫ് ആണെങ്കിൽ അങ്ങനെ ഏത് ഫംഗ്ഷൻ വേണേ എടുക്കാം. സപ്പോസ് ഡെൽ ഡോട്ട് എഫ്, നമ്മൾ ഡെൽ ഡോട്ട് എഫ് കണ്ടു കഴിഞ്ഞാൽ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അവിടെ ഇത് ആക്ച്വലി ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് അല്ലേ? അതായത് ഡെൽ ഡോട്ട് എഫ് ഡൈവേർജൻസ് ആണ്. സോ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാല് എന്താണ്? ഇവിടെ ഡൈവേർജൻസ് ഈക്വൽ ടു സീറോ എന്നല്ലേ?
ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പിന്നെ കേസിൽ ഇവിടെ ഇത് 0 എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ഈക്വൽ ടു 0 എന്നാ അല്ലെ. ഡൈവേർജൻസ് 0 ആവുക എന്ന് പറഞ്ഞാല് ഈ ഒരു കണ്ടീഷന് നമ്മൾ എന്ത് പറയും, സോളിനോയിഡിൽ അല്ലെങ്കിൽ പിന്നെ അവിടെ എന്താണ്, ഡൈവേർജൻസ് ഇല്ല, ഡൈവേർജൻസ് ലെസ് ഫീൽഡ് ആണ്, ഡൈവേർജൻസ് ലെസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ഇതാണ് സോളിനോയിഡൽ ആണ് എന്ന് നമ്മൾ പറയും. അപ്പൊ അത് ഈ ഡൈവേർജൻസ് ലെസ് എന്ന് പറയുന്നത് സോളിനോയിഡൽ എന്ന് പറയുന്ന ആ രണ്ട് ടേം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഫ് എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി തരും. ദെൻ ഷോ ദാറ്റ് പിന്നെ എഫ് ഈസ് ഡൈവേർജൻസ് ലെസ് ഓർ സോളിനോയിഡൽ, ഡൈവേർജൻസ് ലെസ് ആണ് അല്ലെങ്കിൽ സോളിനോയിഡൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനോ അങ്ങനെയൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഡൈവേർജൻസ് ലെസ് ആണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് കണ്ടു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 0 ആണോ എന്ന്, അല്ലെങ്കിൽ സോളിനോയിഡൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എനി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ടി എന്തായാലും ഡോട്ട് പ്രൊഡക്റ്റ് എന്തായാലും ഡെൽ വിത്ത് ഡെൽ ഓപ്പറേറ്റർ വി ഗെറ്റ് 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ഒരു സോളിനോയിഡൽ ആണ് അല്ലെങ്കിൽ ഒരു ഡൈവേർജൻസ് ലെസ് ഫീൽഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഡൈവേർജൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതിനെ നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഈ ഡൈവേർജൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, പ്രോബ്ലം ഇതാണ്. ഇഫ് എ ഈക്വൽ ടു 3x2i plus 5xyj plus xyz2k, അതായത് ഇഫ് എ ഈക്വൽ ടു 3x2i plus 5xyj plus xyz2k, ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞത്. ഫൈൻഡ് ഡെൽ ഡോട്ട് എ അറ്റ് ദ പോയിന്റ് 1, 2, 3. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്, ഡെൽ ഡോട്ട് എ ആണ്. ഡെൽ ഡോട്ട് എ എത്ര എന്നാണ് നമുക്ക് കാണാൻ പറഞ്ഞത്. അറ്റ് 1, 2, 3 ഈ പോയിന്റിലുള്ള ഡെൽ ഡോട്ട് എ, അതായത് ഡൈവേർജൻസ് ഓഫ് എ, ഡൈവ് എ. ഇതിനെ നമുക്ക് സിംപ്ലി എങ്ങനെ എഴുതാം, ഡൈവ് എ എന്ന് പറയുന്നത്, ഡൈവേർജൻസ് എ, അതായത് 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഈ ഡൈവേർജൻസ് എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. ആദ്യം തന്നെ ഡൈവേർജൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം അല്ലെ. ഡെൽ ഡോട്ട് എ, ഇവിടെ എ അല്ലേ ഫംഗ്ഷൻ, ഡെൽ ഡോട്ട് എ ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് അല്ലേ. ഡോട്ട് 3x2 സോറി ഡെൽ അതാണ് അല്ലെ. ദെൻ ഡെൽ ഡോട്ട് നമുക്ക് ഇവിടെ കാണാം. ഡെൽ ഡോട്ട് ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് ഡോട്ട് 3x2i plus 5xyj plus xyz2k. നിങ്ങൾ നോക്ക് ഇതിന്, അതായത് ഐയുടെ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് അല്ലേ. ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x2, അതിന് ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു എക്സ്, പ്ലസ് ദെൻ ഐ ഡോട്ട് ഐ 1 ആണ്. ദെൻ ഡോ ബൈ ഡോ വൈ ഓഫ് 5xy തന്നെയല്ലേ. ഓക്കെ, ദെൻ ജെ ഡോട്ട് ജെ 1 ആണ്, പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് xyz2, കെ ഡോട്ട് കെ 1 ആണ്. ദെൻ നിങ്ങൾ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഫസ്റ്റ് ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. 3 × 2 ദാറ്റ് ഈസ് 6x അല്ലെ. ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് പ്ലസ് ഡോ ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് വൈയിലാണ്, ഇവിടെ വൈയിലാകുന്നത് അതിന്റെ കോഫിഷ്യന്റ് 5x അല്ലെ. വൈയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. 5xy തന്നെയല്ലേ. ഓക്കെ, ക്വസ്റ്റ്യന് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഓക്കെ, ദെൻ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു സെഡിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സെഡിലാവുന്ന xy അതുപോലെ തന്നെ എഴുതുക.
എക്സ് വൈ ഇൻഡിപെൻഡന്റ് അല്ലേ, ദെൻ സെഡിന് സെഡ് സ്ക്വയറിന് 2z അല്ലേ. അപ്പൊ ഇതാണ് നമുക്ക് ഡെൽ ഡോട്ട് എ കിട്ടിയത്. ദെൻ നമ്മളോട് പറഞ്ഞത് എന്താണ്, ഡെൽ ഡോട്ട് എ അറ്റ് 1 2 3 വാല്യൂ ആണ്. 1 2 3, അതായത് എക്സിന് 1 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക, സെഡിന് 3 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡെൽ ഡോട്ട് എ എത്രയായിരിക്കും, അതായത് 6 ഇൻറ്റു എക്സ് എന്താണ് 1 അല്ലേ, പ്ലസ് 5 ഇൻറ്റു എക്സ് എന്താണ് 2, പ്ലസ് 2 ഇൻറ്റു എക്സ് എത്രയാണ് 1 ഇൻറ്റു വൈ എത്രയാണ് 2 ഇൻറ്റു സെറ്റ് 3, 6 പ്ലസ് 10 പ്ലസ് 12 ടു 28 അല്ലേ വരുന്നത്. ഓക്കെ, എക്സ് വൈ സെഡ് സ്ക്വയർ. അപ്പൊ 28 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഡെൽ ഡോട്ട് എ കാണാനുള്ള ഇതൊക്കെ കിട്ടിയല്ലോ. നമ്മുടെ 3x² പ്ലസ് 5xy പ്ലസ് നമ്മുടെ ഡൈവേർജൻസ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഷോ ദാറ്റ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ആർ ഈക്വൽ ടു, അതായത് യൂണിറ്റ് വെക്ടർ ആർ ഈക്വൽ ടു 2/r ആണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരുപാട്, അത് കുറച്ച് കാൽക്കുലേഷൻസ് കുറച്ചുണ്ട്. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ഏതാണ് ഇനി, ഇത് സോളിനോയിഡൽ ആണ്, ഇത് ഡൈവേർജൻസ്ലെസ് ആണോ, അല്ലല്ലേ. 28 ഡെൽ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ 28 കിട്ടുന്നുണ്ട്. അത് ഈക്വൽ ടു, ഇനി ഡെൽ ഡോട്ട് എ കണ്ടിട്ട് ഈക്വൽ ടു 0 ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അത് സോളിനോയിഡൽ ആണ് അല്ലെങ്കിൽ ഡൈവേർജൻസ്ലെസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഡൈവേർജൻസ് എന്താണ് എന്നുള്ള ആ കോൺസെപ്റ്റ്, അതിന്റെ ജിയോമെട്രിക്കലും ഫിസിക്കൽ മീനിങ്ങും ഒക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ഇതിലെ ബാക്കിയുള്ള പ്രോബ്ലംസ് പിന്നെ ചെയ്തു നോക്കാം. ഓക്കെ, താങ്ക് യു.